ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ വളരെ ആഗ്രഹിച്ച് കിട്ടിയൊരു പ്ലാന്റ് പോട്ട് ചെയ്യുന്നതാണ്. ആകാശമുല്ലയാണ്. ഇത് എവിടുന്നാ കിട്ടാന്ന് ഇങ്ങനെ കുറേ ഞാൻ അന്വേഷിച്ച് നടന്നു കേട്ടോ. ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ട് ഇതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം പുറത്ത് പോയിട്ട് വരുമ്പം അടുത്തൊരു വീടിൻ്റെ ഫ്രണ്ടിൽ ആ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ അത് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ നോക്കും. പിന്നെ ഞാൻ അങ്ങനെ ചോദിച്ചൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ജസ്റ്റ് അവിടേക്ക് നോക്കിയപ്പം വീടിൻ്റെ സൈഡിൽ റോഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു 2-3 തൈകൾ. അപ്പോൾ ആദ്യമൊന്നും പിടിച്ചടിച്ചപ്പം ഒരെണ്ണം കൂടി പൊട്ടിപ്പോന്നു. പിന്നെ നോക്കിയപ്പോൾ വേറെ 2 തൈകളൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ട് തൽക്കാലത്തേക്ക് അവിടെ ചട്ടിയിൽ ഇങ്ങനെ വെച്ചേക്കായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും വെക്കാമെന്ന് കരുതി. കാരണം നല്ല മഴയായിരുന്നു. ആ മഴയത്താണ് ഞാൻ ഇത് കൊണ്ട് വെച്ചത്. അതിൻ്റെയൊക്കെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഒരു ലോങ് വീഡിയോ കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. എനിക്കിത് വെക്കാൻ അത്ര സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ചെടി ഇങ്ങനെ വാടി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ തൽക്കാലത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് മണ്ണ് നീക്കിയായിരുന്നു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ശക്തിയായിട്ട് മഴയൊക്കെ പെയ്തിട്ട് ചെടി വല്ലാണ്ടായിരിക്കുന്നു. എന്നാലും ഒന്ന് വെച്ച് നോക്കാം, പിടിച്ച് കിട്ടിയാലോ എന്ന് കരുതി. എന്തായാലും ചെയ്യുകയാണല്ലോ, അപ്പോൾ പിന്നെ പടർത്താനുള്ള സംവിധാനവും ചെയ്യാന്ന് കരുതി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ കമ്പിയൊന്നും കണ്ടില്ല. അപ്പോൾ വല്ല കമ്പൊക്കെ കെട്ടി കയറൊക്കെ കെട്ടി വെക്കാമെന്ന് കരുതി. എപ്പോഴും അതിനുള്ള സംവിധാനമൊന്നും പെട്ടെന്ന് നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. പിന്നെ നോക്കിയപ്പോൾ അതാ ഈ വയറിംഗ് കേസ് ഇരിക്കുന്നുണ്ട്. വീടിൻ്റെ റെനോവേഷൻ്റെ സമയത്തൊന്നും വാങ്ങിച്ചാണെന്ന് തോന്നുന്നു. സംഭവം നല്ലതാണ്. എന്നാലും നമ്മുടെ ഈ ഒരു കാര്യം നടക്കുന്നുണ്ടല്ലോ എന്ന് കരുതി ഞാൻ അതിങ്ങനെ എടുത്തു. അപ്പോൾ അതിങ്ങനെ വളച്ച് വെച്ചു. കുറേ ഞാൻ പണിപ്പെട്ടിട്ടത് എങ്ങനെയാ വെക്കുക ഉറപ്പിക്കാന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ രണ്ടും ഇതാ ഇങ്ങനെ വെച്ചിട്ട് കെട്ടി വെക്കുകയാണ് ചെയ്തത്. എന്നിട്ട് മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ആദ്യം ഒരെണ്ണം വെച്ചിട്ട് മണ്ണൊക്കെ ഇട്ട് ഉറപ്പിച്ച് അടുത്ത ഒരെണ്ണം അതിൻ്റെ മീതെ വെക്കുകയാണ് ചെയ്തത്. പിന്നെ അത് കെട്ടിക്കൊടുത്തു. അങ്ങനെ ഒരു വിധത്തിലൊന്ന് റെഡിയാക്കി എടുത്തു. കുറച്ചൊന്ന് പണിപ്പെട്ടു കേട്ടോ. എന്നാലും അവസാനം അത് റെഡിയാക്കി എടുത്തു. ഞാൻ ഒരുപാട് വീഡിയോസിൻ്റെ കണ്ടിട്ടുണ്ടോ ആകാശമുല്ല ഇങ്ങനെ വെക്കുന്നതും ഇത് പടർത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോഴേ ഞാൻ ആഗ്രഹിക്കുന്നതും ചെയ്യണമെന്ന്. പക്ഷെ പ്ലാന്റ് എവിടുന്നാ കിട്ടാന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ഞാനങ്ങനെ ഒരുപാട് വീടുകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. എവിടെന്നെങ്കിലും കണ്ടിട്ടെങ്കിൽ ഞാൻ പൊക്കിക്കൊണ്ട് വന്നതിന് എങ്ങനെയെങ്കിലും. അപ്പോൾ ഇതിങ്ങനെ എനിക്ക് റോഡ് സൈഡിൽ നിന്ന് എന്തോ ഭാഗ്യത്തിന് കിട്ടിയതാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെയാണ് വെച്ചു കൊടുത്തത്. ആദ്യം ഒരെണ്ണം വെച്ചിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുത്തെന്ന് ഉറപ്പിച്ചിട്ട് പിന്നെ അടുത്തതിൻ്റെ മീതെ വെച്ചിട്ട് പിന്നെ ഞാൻ കെട്ടി വെച്ചു കൊടുത്തു. സംഭവം കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ പൂച്ചക്കുട്ടന്മാരെങ്ങാനും കണ്ടിട്ട് ഇങ്ങനെ ഒരു പുതിയ സാധനം കാണുമ്പോൾ പിന്നെ അവർക്ക് അത്ഭുതമാണല്ലോ. ഇനി അവരത് കയറി നശിപ്പിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ചെടി കൊണ്ടുവന്നിട്ട് 2 ദിവസമായിട്ടോ. ഒരു 2 ദിവസം നല്ല മഴയായിരുന്നു. ഞാൻ കൊണ്ടുവന്നപ്പോഴും മഴയത്താണ് കൊണ്ടുവന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം മഴയായിരുന്നു. ഞാൻ മണ്ണൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ സ്പൈഡർ പ്ലാന്റ് ഒക്കെ വയ്ക്കാൻ പോയപ്പോൾ അപ്പോൾ കുറച്ച് സമയം പോയി. പിന്നെ അപ്പോഴത്തേക്ക് നല്ല മഴ വന്നു. പിന്നെ ഇത് വെക്കാൻ നടന്നില്ല. ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ചെയ്തത്. മണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോട്ടി മിക്സ്ചറും മണ്ണും ചകിരിച്ചോറും മാത്രമേ ഇട്ടിരുന്നുള്ളൂ. വേറൊന്നും ഞാൻ എടുത്തില്ല. ചകിരിച്ചോറ് ഞാൻ നന്നായിട്ടിട്ടുണ്ടായിരുന്നു. ഇത് കൂടുതലും എനിക്കൊന്ന് മണ്ണിൽ ഡയറക്റ്റ് വെക്കുന്നതാണ് നല്ലതെന്നാണ്. കൂടുതൽ വേഗത്തിലും ഗ്രോത്ത് ഉണ്ടാവും. എന്തായാലും വെച്ച് നോക്കാം. റെഡി ആയിക്കഴിഞ്ഞാൽ അടിപൊളിയാവുമല്ലോ. ഞാൻ എൻ്റെ അപ്ഡേഷൻ വീഡിയോ ഒക്കെ ചെയ്യാട്ടോ. എനിക്ക് വലിയ ഉറപ്പില്ല. കാരണം ചെടി വല്ലാണ്ട് 2 വേരൊക്കെ ഉണ്ട്. പക്ഷെ ആകെ വാടിയിട്ടാണ് നിൽക്കണത്. പിടിച്ചു കിട്ടുമോ നോക്കാം. അപ്പോൾ ഇതാണ് പ്ലാന്റ്. ഞാൻ അവിടെ ഒരു വേറൊരു ചെടിയുടെ കൂടെ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു തൽക്കാലത്തേക്ക്. ഞാനിത് എടുത്തുകൊണ്ട് വന്ന പരിസരത്ത് ആ വീട്ടിൽ നല്ല രസമുണ്ടായിരുന്നു നിൽക്കുന്നതാണ്. നന്നായിട്ട് പടർന്നിട്ട് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ നോക്കും. എന്നിട്ട് പിന്നെ ഞാൻ എന്താ കമ്പിലോട്ട് ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ടൊന്ന് കെട്ടിവെച്ചു, ജസ്റ്റ് ഒന്ന് ഉറപ്പിനായിട്ട്. ആദ്യം ഞാനിത് ഗാർഡനിലേക്ക് കൊണ്ടുവച്ചു കേട്ടോ. പിന്നെ എനിക്കൊരു ഡൗട്ട്, ഇനി വീണ്ടും മഴയൊക്കെ പെയ്ത് നല്ല ഫോഴ്സിലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ്
താഴെ വീഴുമല്ലോ നശിച്ചു പോലോ എന്ന് കരുതി പിന്നെ ഞാൻ എടുത്ത് മാറ്റി. പിന്നെ ഒന്ന് പിടിച്ച് കിട്ടുകയാണെങ്കിൽ എന്നിട്ട് ഗാർഡനിലേക്ക് വെക്കാമെന്ന് കരുതി. ആദ്യം ഞാൻ ഗാർഡനിലേക്ക് കൊണ്ട് വെച്ച് നോക്കി. അവിടേക്ക് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ചട്ടികളൊക്കെ നീക്കി വെച്ചിട്ട് ഒരു ഭാഗത്ത് ഞാൻ കൊണ്ട് വെച്ച് നോക്കി. പക്ഷേ എന്തോ ഒരു ധൈര്യക്കുറവ്. അപ്പോൾ പിന്നെ ഞാൻ എടുത്ത് തിരിച്ച് മാറ്റി ഒരു ഭാഗത്തേക്ക് വെച്ചു. പിടിച്ച് കിട്ടുകയാണെങ്കിൽ ഗാർഡനിലേക്ക് വെക്കാമെന്ന് കരുതി. ചെടി അങ്ങോട്ട് ഉഷാറൊന്നുമില്ല, വല്ലാണ്ടാണ് നിൽക്കുന്നത്. എന്തായാലും പന്തൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വെച്ച് നോക്കി ഞാൻ. നന്നായിട്ട് പിടിച്ച് കിട്ടിയ അടിപൊളിയാവും കേട്ടോ. 3 വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം പിടിച്ച് കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഞാൻ പിന്നെ വീണ്ടും അവിടെ നിന്നെടുത്ത് മാറ്റി കേട്ടോ. മാറ്റിയിട്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് വെച്ചു. ഒന്ന് പിടിച്ച് കിട്ടിയിട്ട് ഗാർഡനിലേക്ക് വെക്കാൻ കരുതി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ കുറേ മണ്ണ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫിഡിൽ ലീഫിഗനൊക്കെ ഇട്ട് കൊടുത്തു. അതിൽ കുറേ മണ്ണ് പൂച്ചകൾ കാണുന്നു കളയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ യുജീനിയുടെയും പീസ് ലില്ലിയുടെയും ചോട്ടിലൊക്കെ ഇവിടെ ഒന്നും ഞാൻ വൃത്തിയാക്കാനുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സ്പൈഡർ പ്ലാന്റ് ഒക്കെ വെച്ചു. പീസ് ലില്ലി ഒന്ന് അറേഞ്ച് ചെയ്തു. അപ്പോൾ അവിടെ കുറേ മണ്ണൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.